ഹായ് ഓൾ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ആദ്യത്തെ PYQ സീരീസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A ഈക്വൽ ടു 143 216 -1 2 0. കമ്പ്യൂട്ട് A പ്ലസ് A ട്രാൻസ്പോസ് ആൻഡ് A മൈനസ് A ട്രാൻസ്പോസ്. 2022 ഏപ്രിലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. നമുക്കെല്ലാവർക്കും അറിയാം A എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ട്രാൻസ്പോസ് എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവും. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോസിനെ കോളംസ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുക, അതേപോലെ കോളംസിനെ റോസ് ആയിട്ടും ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ A ട്രാൻസ്പോസ് എന്തായിരിക്കും വരിക? ഫസ്റ്റ് റോ ആയ 143 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ആയ 143 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കോളമായിട്ട് മാറും. സോ 143. സെക്കൻഡ് റോ ആയ 216 എന്ന് പറയുന്നത് അടുത്ത കോളമായിട്ട് മാറും. 216. അടുത്തത് -120 എന്ന് പറയുന്ന റോ അടുത്ത കോളമായിട്ട് മാറും. -120. അപ്പം ഇതാണ് A ട്രാൻസ്പോസ്. കിട്ടിയല്ലോ? A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. 143 216 -120. ഇനി നമ്മളുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് A പ്ലസ് A ട്രാൻസ്പോസ്. A പ്ലസ് A ട്രാൻസ്പോസ് എന്തായിരിക്കും വരിക? A എന്ന് പറയുന്ന മെട്രിക്സ് 1 4 3 2 1 6 -1 2 0. ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. A ട്രാൻസ്പോസോ? A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 2 -1 4 1 2 3 6 0 ആണല്ലോ. അപ്പം A പ്ലസ് A ട്രാൻസ്പോസ് നമുക്കിവിടെ എന്ത് കിട്ടി? A പ്ലസ് A ട്രാൻസ്പോസ് ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഫസ്റ്റ് മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റും സെക്കൻഡ് മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റും 1 + 1 1 + 1 2 എന്ന് കിട്ടി. 4ഉം ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റും 2ഉം 4 + 2 6 എന്ന് കിട്ടും. 3യും -1ഉം എത്ര കിട്ടും? 3 + -1 എന്ന് വെച്ചാൽ 2 ആണ് എന്ന് നമുക്കറിയാം. ഇതേപോലെ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ ആണ് ഇനി എടുക്കുന്നത്. ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് റോയും എങ്ങനെ വരും? 2 + 4 6 എന്ന് കിട്ടും. 1 + 1 2 എന്ന് കിട്ടും. 6 + 2 8 എന്ന് കിട്ടും. 8 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ തന്നെ അടുത്തത് ഫസ്റ്റ് മെട്രിക്സിലെ തേർഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് റോയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. -1ഉം 3യും എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2 എന്ന് കിട്ടും. അതേപോലെ 2ഉം 6ഉം 8 എന്ന് കിട്ടും. 0യും 0 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ 262 628 280. ഇതാണ് ആദ്യത്തെ A പ്ലസ് A ട്രാൻസ്പോസ്. A പ്ലസ് A ട്രാൻസ്പോസ് ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഒന്നുകൂടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. A മൈനസ് A ട്രാൻസ്പോസ് എങ്ങനെ കിട്ടും? A മൈനസ് A ട്രാൻസ്പോസ്. A മൈനസ് A ട്രാൻസ്പോസ് എന്ന് പറയുമ്പം എന്താ ചെയ്യുക? വ്യത്യാസം എന്തായിരിക്കും? ആദ്യം നമ്മൾ ആഡ് ചെയ്താണെങ്കിൽ അടുത്തതിൽ സബ്ട്രാക്റ്റ് ചെയ്യണം. സോ 143 216 -120. ഇതാണ് A എന്ന് പറയുന്നത്. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 1 2 -1 4 1 2 3 6 0 ആണല്ലോ. നമുക്കൊന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും
1 minus 1 0. 4 minus 2 2. 3 minus 1 അല്ലേ? ഇപ്പം എന്ത് വരും? 3 മൈനസ് 1 എന്ന് പറയും, മൈനസ് പ്ലസ് ആയിട്ട് മാറും. സോ 3 + 1. അപ്പോൾ നമ്മുടെ ആൻസർ 4 എന്ന് വരും. അടുത്തത് 2. അടുത്ത് സെക്കൻഡ് റോ അല്ലേ? രണ്ട് മെട്രിക്സിലെയും സെക്കൻഡ് റോയാണ് എടുക്കുന്നത്. ആദ്യത്തെ സെക്കൻഡ് റോ എടുക്കുമ്പം ഇവിടെ 2, ഇവിടെ 4. 2 - 4 -2 എന്ന് കിട്ടും. 1 - 1 0 എന്ന് കിട്ടും. 6 - 2 4 എന്ന് കിട്ടും. ആണല്ലോ. ഇനി മൂന്നാമത്തതിലേക്ക് എടുക്കാം. -1 -3 എന്ത് വരും? -4 എന്ന് വരും. 2 - 6 വീണ്ടും -4 എന്ന് വരും. 0 - 0 0 എന്ന് വരും. കിട്ടിയല്ലോ. 0 2 4 -2 0 4 -4 -4 0. ഇതാണ് A മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഒന്ന് A+A ട്രാൻസ്പോസും മറ്റൊന്ന് A മൈനസ് എ ട്രാൻസ്പോസും. A+A ട്രാൻസ്പോസും അതേപോലെ A മൈനസ് എ ട്രാൻസ്പോസ്. A+A ട്രാൻസ്പോസ് A മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇതാണ് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അത് പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. ക്ലിയറാണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയറാണ്, ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇഫ് A = 3 - 2 -7 4 and B is equal to 2 - 3 3 2. If A = 3 - 2 -7 4 and B is equal to 2 - 3 3 2. Compute 3A - 5B. 3A - 5B. ഇത് ഏപ്രിൽ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഏപ്രിൽ 2023 ഈ ഒരു ചോദ്യം വന്നത്. എങ്ങനെയാണ് ഈ ചോദ്യം നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3A - 5B എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? പ്രോപ്പർട്ടിയുടെ പേരിതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലാർ. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലാർ. അതായത് ഒരു മെട്രിക്സിനെ സ്കാലാർ ഉപയോഗിച്ച് നമ്മളെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ കാര്യമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. എ നമുക്കറിയാം, ബിയും നമുക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? 3A കണ്ടുപിടിക്കണം. 3A എങ്ങനെ വരും? 3 ഇൻറ്റു മെട്രിക്സ് 3 - 2 -7 4 ആണല്ലോ. എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് എല്ലാ എലമെൻറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 3 × 3 9. 3 × -2 -6. 3 × -7 -21. 3 × 4 12. അപ്പം 3A എന്താണ് നമുക്ക് മനസ്സിലായി. ഇതേപോലെ 5B കണ്ടുപിടിക്കണം. 5B എന്താ 5B വരിക? 5 × B എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിവിടെ അറിയാം. 2 - 3 3 2. ഇപ്പം എന്ത് വരും? 5 × 2 10. 5 × -3 -15. 3 × 5 15. 5 × 2 10. ഇപ്പം എന്ത് വന്നു? 3Aയും വന്നു, അതേപോലെ തന്നെ 5B
ബിയും വന്നു, 3A വന്നു, അതേപോലെ 5B കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 3A മൈനസ് 5B എടുക്കുക. 3A എന്ന് പറയുമ്പം ഏതാ വരുന്നത്? 9 മൈനസ് 6 മൈനസ് 21 12 മൈനസ് 5B എന്താ വരിക? 10 മൈനസ് 15 15 10 ആണല്ലോ. സോ നമ്മളുടെ ആൻസർ എന്ത് വരും? 9 മൈനസ് 10 അല്ലേ? 9 മൈനസ് 10. ഇനി അടുത്തത് മൈനസ് 6 മൈനസ് 15 ആണല്ലോ. ആദ്യം 9 മൈനസ് 10, ഇതേപോലെ മൈനസ് 6ഉം മൈനസ് 15ഉം. ഇനി ഇവിടെ നോക്കിക്കോളൂ, മൈനസ് 21 മൈനസ് 50, അതേപോലെ 12 മൈനസ് 10, 12 മൈനസ് 10. ഇപ്പം എന്ത് വരും? 9 മൈനസ് 10 എന്ന് പറയുമ്പം മൈനസ് 1. മൈനസ് 6 മൈനസ് 50, മൈനസ് 6 മൈനസ് 50 എന്ത് വരും? മൈനസ് 6 മൈനസ് എന്താവും? പ്ലസ് ആയിട്ട് മാറും അല്ലേ? മൈനസ് 6 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? സോ മൈനസ് 1 9. ഇനി മൈനസ് 21 മൈനസ് 15 അറിയാലോ, മൈനസ് 36. അടുത്തത് 12 മൈനസ് 10 2. അപ്പം നമ്മുടെ ആൻസർ മൈനസ് 1 9 മൈനസ് 36 2. സോ 3A മൈനസ് 5Bയുടെ ആൻസർ ഇതാണ്. 3A മൈനസ് 5Bയുടെ ആൻസർ ഇതാണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇത് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ ആണ്, മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് A ഈക്വൽ ടു 3 2 1 4, B is equal to minus 1 2 2 1, and C is equal to 3 minus 2 1 3 1 3. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കമ്പ്യൂട്ട് A പ്ലസ് ബി ഇൻറ്റു സി. എ പ്ലസ് ബി ഇൻറ്റു സി. ഇവിടെ നമുക്ക് 2 തരം ഓപ്പറേഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? 2 തരം ഓപ്പറേഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം അഡിഷൻ, രണ്ടാമത് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ ഒരു ഭാഗം നിങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അഡിഷൻ പാർട്ട് ആദ്യം, അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ള ഭാഗം ആദ്യം നമ്മൾ ചെയ്ത് തീർക്കണം. അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് എ പ്ലസ് ബി ആണ്. സോ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താ വരിക? 3 2 1 4. ഇതാണ് എ എന്ന് പറയുന്ന മാട്രിക്സ്. ബി എന്ന് പറയുന്നത് മൈനസ് 1 2 2 1. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി. എ പ്ലസ് ബിയുടെ വാല്യൂ എന്താ കിട്ടുക നോക്കൂ. 3 പ്ലസ് മൈനസ് 1 അല്ലേ? 3 പ്ലസ് മൈനസ് 1, 2 പ്ലസ് 2 2 പ്ലസ് 2. അടുത്തത് 1 പ്ലസ് 2 1 പ്ലസ് 2, 4 പ്ലസ് 1 4 പ്ലസ് 1. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബിയുടെ വാല്യൂ എന്താ വരിക? 3 പ്ലസ് മൈനസ് 1 2 എന്ന് വരും. 2 പ്ലസ് 2 4 എന്ന് വരും. 1 പ്ലസ് 2 3 എന്ന് വരും. 4 പ്ലസ് 1
5 എന്ന് വരും. അപ്പോൾ എത്ര വരും? 2 4 3 5 എന്നായിരിക്കും എ പ്ലസ് ബി കിട്ടിയിട്ടുണ്ടാവുക. 2 4 3 5 എന്ന് എ പ്ലസ് ബി കിട്ടി. സാധാരണഗതി നമ്മൾ ആഡ് ചെയ്യും പോലെ തന്നെ ചെയ്തു. ഇനി അടുത്ത ഭാഗമാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. എ പ്ലസ് ബി ഇൻറ്റു സി ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? എ പ്ലസ് ബി നമ്മുടെ കയ്യിലിവിടെ ഉണ്ട്. 2 4 3 5 2 4 3 5 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? സി മൾട്ടിപ്ലൈ ചെയ്യണം. സി എന്താണ് വരുന്നത്? 3 -2 1 3 3 -2 1 3. ആഡ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പം പലർക്കും തെറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതേപോലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതായത് ശ്രദ്ധിച്ചോളൂ, ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 അല്ലേ? 2 ഇതിനെ ഈ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4നെ 1 കൊണ്ട്. അപ്പം ഇത് ഫസ്റ്റ് റോ. എപ്പോഴും മൾട്ടിപ്ലിക്കേഷന് മനസ്സിലാക്കുക, റോ ഇൻറ്റു കോളം ആയിരിക്കും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അതായത് റോയിലെ ആദ്യത്തെ എലമെൻറ്റിനെ കോളത്തിലെ ആദ്യത്തെ എലമെൻറ്റും ഉണ്ട്. റോയിലെ രണ്ടാമത്തെ എലമെൻറ്റിനെ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 3 എലമെൻ്റ് ഉണ്ടെങ്കിൽ റോയിലെ മൂന്നാമത്തെ എലമെൻറ്റിനെ കോളത്തിലെ മൂന്നാമത്തെ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇതേപോലെ നമുക്ക് രണ്ടാമത്തെയും ചെയ്യാം. 2 4 -2 3. എങ്ങനെ ചെയ്യും? 2 × -2 + 4 × 3 ആണല്ലോ. അടുത്ത 3 × 3. ഇനി സെക്കൻഡ് റോയിലും എങ്ങനെ ചെയ്യണം? 2 കോളംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് റോ വെച്ചാൽ 3 5 ആണ്. അപ്പം 3 × 3 + 5 × 1. അതേപോലെ 3 × -2 + 5 × 3 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇനി ഇതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. എന്താ വരിക? 2 × 3 6, 4 × 1 4, 2 × -2 4, 4 × 3 12, 3 × 3 9, 5 × 1 5, 3 × -2 -6, 5 × 3 50. ഓക്കെ അല്ലേ? ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 6 + 4 10, -4 + 12 8, 9 + 5 14, -6 + 15 9. ഇപ്പം എത്ര വന്നു? 10 8 14 9. 10 8 14 9. 10 8 14 9 കിട്ടി എന്ന് വിചാരിക്കുന്നു. 10 8 14 9. ഓക്കെ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പിക്കണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ക്ലിയർ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി മാട്രിക്സ് A = 1 2 4 9. ഇൻവേഴ്സ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ
എ ഇൻവേഴ്സ് എന്നാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് തന്നിരിക്കുന്ന മെട്രിക്സ് സിംഗുലാർ ആണോ അതോ നോൺ സിംഗുലാർ ആണോ എന്ന് നോക്കുക. കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ, അതായത് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അതായത് വാല്യൂ 0 ആണോ നോൺ 0 ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആ മെട്രിക്സ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുകയാണ്. 1 2 4 9. നമുക്കറിയാം അല്ലേ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് എലമെൻറ്റിൽ തുടങ്ങി അവിടുത്തെ ഡയഗണൽ. ഈ ഒരു മെട്രിക്സിൻ്റെ പ്രത്യേകതയുണ്ട്, 2x2 മെട്രിക്സ് ആണ് അല്ലേ. ഇപ്പോൾ 2x2 വെച്ചാൽ 2 റോയും 2 കോളംസും ഉള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിലെ ഡയഗണൽ എലമെൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെയാണ് ഡയഗണൽ എലമെൻറ്റ്സ്? 1ഉം 9ഉം ആണ് ഡയഗണൽ. 1 × 9 9 ആണല്ലോ. 2 × 4 അടുത്ത ബാക്കിയുള്ള 2 എലമെൻറ്റുകൾ 2 × 4 8. സോ വാല്യൂ 1 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മെട്രിക്സ് നോൺ സിംഗുലാർ ആണ് അല്ലേ. നോൺ സിംഗുലാർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു മെട്രിക്സിന് എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ പറഞ്ഞ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ, ഒരു മെട്രിക്സിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന് വാല്യൂ സിംഗുലാർ ആവരുത്, നോൺ സിംഗുലാർ ആയിരിക്കണം. അതായത് നോൺ സീറോ വാല്യൂ ആയിരിക്കണം. ആദ്യം അത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം ഇതാണ് ഏത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തു വെച്ചു. ഇനി നമുക്ക് വേണ്ട എന്താ? അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് 2x2 മെട്രിക്സ് ആണ് അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക? മൈനേഴ്സ് എടുക്കും, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കും, ഇങ്ങനെയാണ് ചെയ്യുക അല്ലേ. എന്നാൽ ഇത് 2x2 ആയതുകൊണ്ട് ഒരു ചെറിയൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അഡ്ജോയിൻ്റ് ഓഫ് മെട്രിക്സ് കാണാൻ എളുപ്പ വഴി, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാനിവിടെ ഒന്നുകൂടി എഴുതുവാണ്. നിങ്ങൾ എഴുതണ്ട. 1 2 4 9 ആണ് അല്ലേ. ഇത് ഞാൻ പറഞ്ഞു ഇതൊരു 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സ് ആണെങ്കിൽ മാത്രം ശ്രദ്ധിക്കണം, 2x2 മെട്രിക്സ് ആണെങ്കിൽ മാത്രം അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി പറയാം. എന്താണ് എളുപ്പ വഴിയെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഡയഗണൽ എലമെൻറ്റുകൾ 1ഉം 9ഉം ആണല്ലോ. അതിൻ്റെ രണ്ടിൻ്റെയും പൊസിഷൻ മാറ്റിയിടുക. 1ഉം 9ൻ്റെയും പൊസിഷൻ മാറ്റിയിടുക. ഇവിടെ 9 എഴുതുക, ഇവിടെ 1 എഴുതുക. 1ൻ്റെ പൊസിഷനിലേക്ക് ഞാൻ 9 ഇട്ടു, 9ൻ്റെ പൊസിഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു? 1 എഴുതി ചേർത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ബാക്കിയുള്ള 2 എലമെൻറ്റുകളുണ്ട് അല്ലേ. 2 ഉണ്ട് 4 ഉണ്ട്. അത് അതേപോലെ എഴുതുക. 2ഉം 4ഉം അതേപോലെ എഴുതുക. എന്നിട്ട് അതിൻ്റെ മാത്രം സൈൻ അങ്ങ് മാറ്റുക. അതിൻ്റെ മാത്രം സൈൻ അങ്ങോട്ട് മാറ്റുക. കിട്ടിയോ? അതിൻ്റെ മാത്രം സൈന് മാറ്റുക. ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന മെട്രിക്സ്. അപ്പം മെട്രിക്സിലെ ആദ്യം ചെയ്യേണ്ടത് ഡയഗണൽ എലമെൻസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. ഡയഗണൽ എലമെൻസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. ഇവിടെ 1ഉം 9ഉം ആയിരുന്നു ഡയഗണൽ. എന്ത് ചെയ്യുക? 1ൻ്റെ പൊസിഷനിൽ 9 ആഡ് ചെയ്യുക, 9ൻ്റെ പൊസിഷനിൽ 1 ആഡ് ചെയ്യുക. അതാണ് ഡയഗണൽ എലമെൻസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള എലമെൻറ്റുകൾ അതേപോലെ എഴുതുക. റിമൈനിങ് എലമെൻറ്റ്സ് ആർ placed at previous position with
വിത്ത് സൈൻ ചേഞ്ച്. അതേ പൊസിഷനിൽ തന്നെ വെക്കുക, അത് മാറ്റരുത്. വിത്ത് സൈൻ ചേഞ്ച്, സൈൻ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇനി ഈ രണ്ട് കണ്ടീഷൻസ് ഏതിന് മാത്രമേ വാലിഡ് ആവുള്ളൂ? ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ വാലിഡ് ആവുള്ളൂ. നിങ്ങൾക്ക് ഇൻവേഴ്സ് കാണാൻ പറയുന്നത് 2/2 മെട്രിക്സിൽ മാത്രമേ ഉള്ളൂ. 3/3 നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പം അതുകൊണ്ട് ഇതേ ചോദിക്കത്തുള്ളൂ ഇവിടുന്ന്. അപ്പം നമുക്ക് എന്ത് കിട്ടി? അഡ്ജോയിൻ്റ് കിട്ടി, ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എയും കിട്ടി. ഇനി നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. എത്രയാണ് അഡ്ജോയിൻ്റ് ഓഫ് എ വരുന്നത്? 9 -2 -4 1 അല്ലേ? ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ബൈ ഡിറ്റർമിനൻ്റ് എത്രയാ? 1. അതിൻ്റെ മീനിങ് എന്തായിരിക്കും വരിക? ഏതൊരു സംഖ്യനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെയല്ലേ കിട്ടുക? സോ അവർ ആൻസർ ഈസ് 9 -2 -4 1. ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. ഇതാണ് ആ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ്. ആ ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അപ്പം 2/2 ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 3/3 നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യവും കൂടി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പം ഇവിടെ പറഞ്ഞത്. അപ്പം ഇത്രയും ഭാഗം ക്ലിയറാണ്, ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഞാൻ അടുത്ത വീഡിയോ ലെക്ചറിൽ കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു.